ഹലോ ഗായ്സ്, PSC ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2015 PSC നടത്തിയ ഫയർമാൻ ട്രെയിനി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ ആദ്യ 27 GK ചോദ്യങ്ങളാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള GK ചോദ്യങ്ങളാണ്. 28ാമത്തെ ചോദ്യം, ദ വൈസ് ചാൻസലർ ഓഫ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി ഈസ്. മലയാളം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് ഡോക്ടർ വി അനിൽകുമാർ. ഓപ്ഷനിലില്ല, ഇത് പഴയ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ മലയാളം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് ഡോക്ടർ വി അനിൽകുമാർ. അദ്ദേഹം തന്നെയാണ് അനിൽ വള്ളത്തോൾ എന്നും അറിയപ്പെടുന്നത്. ശരി ഉത്തരം ഡോക്ടർ വി അനിൽകുമാർ. 29ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഇയർ സൈലന്റ് വാലി ഡിക്ലെയർഡ് ആസ് എ നാഷണൽ പാർക്ക്. സൈലന്റ് വാലി എന്നാണ് നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചതെന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ ബി 1984. 1984 സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, ദ പോയം പ്രരോദനം ഈസ് റിട്ടൺ ബൈ. പ്രരോദനം എന്ന കൃതി കുമാരനാശൻ്റെതാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി കുമാരനാശാൻ. 31ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡിസീസ് ഈസ് നോട്ട് കോസ്ഡ് ബൈ വാട്ടർ പൊല്യൂഷൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡിസീസ് ഈസ് നോട്ട് കോസ്ഡ് ബൈ വാട്ടർ പൊല്യൂഷൻ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് മലേറിയ. മലേറിയ കൊതുക് മൂലമുണ്ടാകുന്ന രോഗമാണ്. ബാക്കി എല്ലാ രോഗങ്ങളും തന്നെ വാട്ടർ പൊല്യൂഷൻ മൂലം ഉണ്ടാകുന്നതാണ്. അടുത്ത ചോദ്യം, ദ വാർ ഓഫ് കലിംഗ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ദ വാർ ഓഫ് കലിംഗ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻ എ അശോക. അശോകനുമായി ബന്ധപ്പെട്ടതാണ് കലിംഗ വാർ. ശരി ഉത്തരം ഓപ്ഷൻ എ അശോക. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു എലിമിനേറ്റ് മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ ഓഫ് HIV സിഫിലിസ്. ഏത് രാജ്യമാണ് അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് പകരുന്ന HIV രോഗം ആദ്യമായി എലിമിനേറ്റ് ചെയ്തതെന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ സി ക്യൂബ. ഓപ്ഷൻ സി ക്യൂബ. അടുത്ത ചോദ്യം, വേൾഡ് എൻവയോൺമെന്റൽ ഡേ വാസ് ഒബ്സർവ്ഡ് ഓൺ. വേൾഡ് എൻവയോൺമെന്റ് ഡേ വാസ് ഒബ്സർവ്ഡ് ഓൺ. ഓപ്ഷൻ ബി ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. അടുത്ത ചോദ്യം, എ പേഴ്സൺ ഹു സ്പെൻഡ്സ് ലാർജ് എമൗണ്ട് ഓഫ് leisure ടൈം ടു ഓപ്പറേറ്റിംഗ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിൽ എപ്പോഴും ആയിരിക്കുന്ന ഒരു വ്യക്തിയെ പറയുന്ന പേരാണ് ഓപ്ഷൻ സി മൗസ് പൊട്ടറ്റോ. ഓപ്ഷൻ സി മൗസ് പൊട്ടറ്റോ. അടുത്ത ചോദ്യം, ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വേർ ദ ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ് വാസ് ഫസ്റ്റ്ലി ഇഷ്യൂഡ്. ശരി ഉത്തരം ഓപ്ഷൻ എ ഹരിയാന. ഹരിയാനയിലാണ് ID കാർഡ് ആദ്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അടുത്ത ചോദ്യം, ദ നെയിം ഓഫ് റെസ്ക്യൂ ആൻഡ് റിലീഫ് ഓപ്പറേഷൻ ഇൻ നേപ്പാൾ ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ ദ ആഫ്റ്റർ മാത്ത് ഓഫ് ദ നേപ്പാൾ 2015 എർത്ത് 2015 നേപ്പാൾ എർത്ത് ഭാഗമായി ഇന്ത്യൻ സേന നടത്തിയ റിലീഫ് ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ബി, ഓപ്പറേഷൻ മൈത്രി. ബി ഓപ്ഷൻ ഓപ്പറേഷൻ മൈത്രി. അടുത്ത ചോദ്യം, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ONGC ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദ്യം. ശരി ഉത്തരം വസന്ത് കുഞ്ച് ഡൽഹിയാണ്. പഴയ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു ഡെറാഡൂൺ. ഇപ്പോഴത്തെ ഹെഡ് ക്വാർട്ടേഴ്സ്
ഡൽഹിയിലെ വസന്ത് കുഞ്ചാണ്. വസന്ത് കുഞ്ച്, ഡൽഹി. ONGCയുടെ ഇപ്പോഴത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് വസന്ത് കുഞ്ച്, ഡൽഹി. അടുത്ത ചോദ്യം, IFSC മീൻസ്. IFSC എന്നാൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡാണ്. ഓപ്ഷൻ എ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. IFSCയുടെ പൂർണ്ണ രൂപം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. 40ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ടൈപ്സ് ഓഫ് കമ്പനീസ് ഓർ ഓർഗനൈസേഷൻ ഇഷ്യൂസ് ULIP, യുണൈറ്റഡ് ലിങ്ക്സ് ഇൻഷുറൻസ് പ്ലാൻ? ശരിയുത്തരം ഓപ്ഷൻ ഡി, ഇൻഷുറൻസ് കമ്പനി. ഓപ്ഷൻ ഡി, ഇൻഷുറൻസ് കമ്പനി. 41ാമത്തെ ചോദ്യം, ഹൗ മെനി ലാംഗ്വേജസ് ആർ റെക്കഗ്നൈസ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ ഭരണഘടന എത്ര ലാംഗ്വേജിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ എ, 22. 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ഇന്ത്യയിലുള്ളത്. അടുത്ത ചോദ്യം, ഹു ഫൗണ്ടഡ് ദ സാധുജന പരിപാലന സംഘം? സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ് ഫൗണ്ട് ചെയ്തത്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് മസാക്കർ ടുക്ക് പ്ലേസ് ഇൻ ദ സിറ്റി ഓഫ്? ജാലിയൻ വാലാബാഗ് എവിടെ വെച്ചാണ് ഉണ്ടായതെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ബി, അമൃത്സർ. ഓപ്ഷൻ ബി, അമൃത്സർ. 1919 ഏപ്രിൽ 13-ാം തീയതിയാണ് ജാലിയൻ വാലാബാഗ് നടന്നത്. അതും കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് അപ്ലൈ ടു ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ എക്സെപ്റ്റ്. ഈ ചോദ്യം ക്യാൻസൽഡ് ആണ്, പക്ഷെ അതിനു പകരം ഓർത്തിരിക്കേണ്ട ഒരു ചോദ്യമാണ് ജമ്മു കാശ്മീരും ലഡാക്കുമായി കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറിയ തീയതി. ജമ്മു കാശ്മീരും ലഡാക്കും കേന്ദ്രഭരണ പ്രദേശമായി മാറിയ തീയതി ഒക്ടോബർ 31, 2019. 2019 ഒക്ടോബർ 31-നാണ് ജമ്മുവിനെയും ലഡാക്കിനെയും കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയത്. അതും കൂടി ഓർത്തിരിക്കുക. 45ാമത്തെ ചോദ്യം, ദ പർപ്പസ് ഓഫ് ചോക്ക് ഇൻ ദ ട്യൂബ് ലൈറ്റ്? ട്യൂബ് ലൈറ്റിലെ ചോക്കിൻ്റെ ഉപയോഗം എന്താണെന്നാണ് ചോദ്യം. ശരിയുത്തരം ടു ഇൻക്രീസ് ദ വോൾട്ടേജ് മൊമെൻ്ററിലി. വോൾട്ടേജ് കൂട്ടുവാനായിട്ടാണ് ട്യൂബ് ലൈറ്റിൽ ചോക്ക് ഉപയോഗിക്കുന്നത്. 46ാമത്തെ ചോദ്യം, ദ ഫാദർ ഓഫ് എക്കണോമിക്സ്? സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി, ആദം സ്മിത്ത്. ഓപ്ഷൻ ഡി, ആദം സ്മിത്ത്. അടുത്ത ചോദ്യം, ദ വേർഡ് സുനാമി ഡിറൈവ്ഡ് ഫ്രം ദ ലാംഗ്വേജ് ഓഫ്? സുനാമി എന്ന പദം ഏത് ലാംഗ്വേജിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നതാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ എ, ജാപ്പനീസ്. അടുത്ത ചോദ്യം, ഹു ഈസ് നോൺ ആസ് ദ അയൺ ലേഡി ഓഫ് മണിപ്പൂർ? മണിപ്പൂറിൻ്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആര്? ശരിയുത്തരം ഓപ്ഷൻ സി, ഇറോം ശർമിള. ഇറോം ശർമിളയാണ് മണിപ്പൂരിൻ്റെ അയൺ ലേഡി എന്നറിയപ്പെടുന്നത്. 49ാമത്തെ ചോദ്യം, ദ പ്രസിഡന്റ് ഓഫ് വെനസ്വേല ഈസ്? ദ പ്രസിഡന്റ് ഓഫ് വെനസ്വേല ഈസ്? ശരിയുത്തരം നിക്കോളാസ് മദുറോ. നിക്കോളാസ് മഡൂറോ തന്നെയാണ് ഇപ്പോഴത്തെയും വെനസ്വേലൻ പ്രസിഡന്റ്. ശരിയുത്തരം ഓപ്ഷൻ ബി, നിക്കോളാസ് മഡൂറോ.
അടുത്ത ചോദ്യം, ദ പ്രൊവിഷൻ റിഗാർഡിംഗ് എമർജൻസി ആർ അഡോപ്റ്റഡ് ഫ്രം. എമർജൻസി പ്രൊവിഷൻസ് എവിടെ നിന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കടമെടുത്തിരിക്കുന്നതാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ സി, ജർമ്മൻ. ഓപ്ഷൻ സി, ജർമ്മൻ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ ദ ഇൻഷുറൻസ് കമ്പനീസ് നാഷണലൈസ്ഡ് ഇൻ ഇന്ത്യ. ഇൻഷുറൻസ് കമ്പനീസ് ഇന്ത്യയിൽ നാഷണലൈസ് ചെയ്ത വർഷമാണ് 1956. 1956. അടുത്ത ചോദ്യം, ഇൻ വിച്ച് റിവർ തെഹ്രി ഡാം ഈസ് സിറ്റുവേറ്റഡ്. തെഹ്രി ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി, ഭഗീരഥി. ഓപ്ഷൻ ഡി, ഭഗീരഥി. ഭഗീരഥി നദിയിലാണ് തെഹ്രി ഡാം സിറ്റുവേറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ്. ശരിയുത്തരം ഓപ്ഷൻ എ, ഛത്തീസ്ഗഡ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. 54-ാമത്തെ ചോദ്യം, ഹു ഈസ് ദ ഫസ്റ്റ് വിന്നർ ഓഫ് ജ്ഞാനപീഠ അവാർഡ്. ജ്ഞാനപീഠ അവാർഡ് ആദ്യം ലഭിച്ചത് ശങ്കരക്കുറുപ്പിനാണ്, ജി ശങ്കരക്കുറുപ്പ്. ശരിയുത്തരം ഓപ്ഷൻ എ, ജി ശങ്കരക്കുറുപ്പ്. 55-ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആത്മാവ് എന്ന് വിശേഷിക്കപ്പെടുന്നതാണ് ഓപ്ഷൻ എ, പ്രിയാമ്പിൾ. ആമുഖത്തെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. 56-ാമത്തെ ചോദ്യം, ദ ഓൾഡസ്റ്റ് ഓയിൽ റിഫൈനറി ഇൻ ഇന്ത്യ. ദ ഓൾഡസ്റ്റ് ഓയിൽ റിഫൈനറി ഇൻ ഇന്ത്യ. ശരിയുത്തരം ഓപ്ഷൻ ബി, ദിഗ്ബോയ് ഇൻ ആസാം. ആസാമിലെ ദിഗ്ബോയ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഓയിൽ റിഫൈനറി. 57-ാമത്തെ ചോദ്യം, ഫ്രം വിച്ച് കൺട്രി ഡൽഹി മെട്രോ ഹാസ് റിസീവ്ഡ് ഇറ്റ്സ് ഫസ്റ്റ് ഡ്രൈവർലെസ് ട്രെയിൻ. ഡൽഹി മെട്രോ ഏത് രാജ്യത്തു നിന്നാണ് ആദ്യത്തെ ഡ്രൈവർലെസ് ട്രെയിൻ റിസീവ് ചെയ്തതെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ബി, സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയിൽ നിന്നാണ് ഫസ്റ്റ് ഡ്രൈവർലെസ് ട്രെയിൻ ഡൽഹി മെട്രോ റിസീവ് ചെയ്തത്. 58-ാമത്തെ ചോദ്യം ക്യാൻസൽഡ് ആണ്, അത് നമുക്ക് ആവശ്യമില്ല. 59-ാമത്തെ ചോദ്യം, ഹു ഈസ് ദ ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇപ്പോഴത്തെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ആരെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി, എച്ച്.എൽ. ദത്തു. എച്ച്.എൽ. ദത്തു തന്നെയാണ് ഇപ്പോഴത്തെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. 60-ാമത്തെ ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് ദ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. മതത്തിൻ്റെയോ ജാതിയുടെയോ ലിംഗത്തിൻ്റെയോ ജനിച്ച സ്ഥലത്തിൻ്റെയോ ഒക്കെ പേരിൽ വിവേചനം ഉണ്ടെങ്കിൽ അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15. ഇതോടെ 2015-ലെ ഫയർമാൻ എക്സാമിൻ്റെ മുഴുവൻ GK ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.